ഹായ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഞങ്ങൾ 5 പെൺമക്കളാണ്. അതിൽ 5-മത്തെ കുട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും വീടൊക്കെ വളരെ ഭംഗിയുള്ളൊരു വീടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ എങ്കിലും അവിടുത്തെ ആളുകളെ സൗണ്ടും കാരണം നമ്മൾ പറഞ്ഞതൊന്നും പുറത്തേക്ക് കേട്ടിട്ടില്ല. ചെറിയൊരു സൗണ്ടായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതലും കേൾക്കുന്ന ആളുകളെ സൗണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു വോയിസ് ഓവറിൽ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമുക്ക് വീട് കണ്ടോക്കാം. ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. പിന്നെ കണ്ടില്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വീടിൻ്റെ താഴെ വിരിച്ചിട്ടുള്ളത് മാർബിളാണ് കേട്ടോ. എല്ലാ ഭാഗത്തും മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നല്ല അടിപൊളി പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രിപ്പുള്ള ഒരു പുട്ടി വർക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നല്ല ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ്. ഹാളിൽ ഈ ഒരു കോർണറിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫൻ്റെ മുമ്പിൽ ചെറിയൊരു കുഞ്ഞ് ടേബിളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേബിൾ. ഇനി ഇതാ ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമും. ഇതാ നല്ല ഡ്രസ്സിനായിട്ട് നല്ലൊരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 8 ആൾക്കൊക്കെ ഈസി ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ വന്നിട്ടുള്ളത് സൈഡിലൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഗ്ലാസ്സിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഹാളിൽ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ പോണത്. ഇതിൻ്റെ ഈ ഒരു ബെഡ്റൂം ആവശ്യത്തിനുള്ള വലിപ്പമുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു കർട്ടൻ ഉണ്ടല്ലോ, ഈ ഒരു കർട്ടൻ്റെ കളറും അതുപോലെ വാർഡ്രോബിൻ്റെ കളറും അവർ സെയിം ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അതവിടെ ഗിഫ്റ്റുകളൊക്കെ ഈ ഒരു റൂമിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ചധികം ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ബാത്റൂമും ഇവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കിച്ചണിക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് ഹാളിൻ്റെ ഒരു സൈഡിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു വാഷ് ബേസും അതുപോലെ തന്നെ ഒരു ഷോ കേസും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല ബ്ലാക്കിലാണ് ഈ ഒരു വാഷ് ബേസ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ മുകളിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ്. 2 ബെഡ്റൂമാണ് മുകളിൽ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ കുറച്ച് സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഇടാനുള്ള ഒരു സ്പേസ്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് എല്ലാ റൂമുകളിലും ഇതുപോലെ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളിലെ. ഈ ഒരു ബെഡ്റൂമിലും ഡ്രസ്സിനായിട്ട് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
പിന്നെ ബാത്റൂം ഈ ഒരു റൂമിലില്ല കേട്ടോ. ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോമൺ ആയിട്ട് ബാത്റൂം വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നേരെ വരുന്നത് ഒരു ബാൽക്കണിക്കാണ് കേട്ടോ. അപ്പോൾ താഴെ സിറ്റൗട്ടിൻ്റെ ചുമരിൽ പുട്ടി വർക്ക് ചെയ്ത പോലെ തന്നെ മുകളിലും അവർ ബാൽക്കണിയിൽ ഇതുപോലെ ചുമരിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇതാ പുറത്തേക്കുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് അവർ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അവരോട് ചോദിച്ചപ്പോഴാണ് അവരത് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണാണ്. ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ സാധാ അടുപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്കിൻ്റെ മേലെയുള്ള ഈ ഒരു പാത്രത്തിൻ്റെ ഒരു സ്റ്റാൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ സ്റ്റോറേജിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ എന്നാണല്ലോ നമ്മൾ ഹൗസ് വാമിങ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൽസൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ പുറത്തേക്കുള്ള വഴിയാണ്. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. ഇത് പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ ഉപ്പയും മരുക്കളൊക്കെ കൂടി ചായ കുടിക്കുകയാണ്. ഞങ്ങൾ 5 പെൺമക്കളാണ്. അപ്പോൾ അതിൽ ഒരാൾ ഗൾഫിലാണ് കേട്ടോ. 4 ആൾ ഇവിടെ ഉണ്ട്. പിന്നെ അവരൊക്കെ കൂടി ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ഇതാ കുട്ടികൾക്കും വിശന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു 11:30 12 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4 4:30 ആയിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതാ ഇവിടെ ചെറിയൊരാളുണ്ടല്ലോ, ഇവരതാണ് കേട്ടോ വീട്. അപ്പോൾ അവനോട് ആരതാ വീട് ചോദിച്ചാൽ അവൻ എൻ്റെത് എന്ന് പറയും. കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. അതെ, എൻ്റെ റൂം ഏതാ? റൂം ഇതോ? അപ്പോൾ ഓൻ്റെ സംസാരം ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ. വീട് പണി തുടങ്ങിയപ്പോൾ അവന് ഇത് എൻ്റെ റൂമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളല്ലേ, ഭയങ്കര രസമാണ് വർത്താനം കേൾക്കാൻ. അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടോ ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ അത് കുറേ കാണുമ്പോൾ അത് എന്താണെന്നുള്ളതിൽ ഓരൊക്കെ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.